ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലീനയുടെ വരാനിരിക്കുന്ന വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയും രേവതിക്കുട്ടി രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഷെറിനെ കുറിച്ചും അന്വേഷിക്കണം, അതുപോലെ ചിന്നുമോളെ പോയി കാണാൻ പോകണം എന്നുള്ള ഇതിലൊക്കെ സംസാരിച്ച് നിർത്തുവാണ്. അത് കഴിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡൈനിങ് ടേബിൾ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെറിനും മാമച്ചനും ഗ്രേസി അല്ല സാന്ദ്രയും ബോബച്ചനൊക്കെ ഉണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇന്നലെ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെറിൻ ചേച്ചിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകണം, ചേച്ചി അല്ലിൻ്റെ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിന്നുമോളെ കുറിച്ചും ചിന്നുമോളെ ഒന്ന് കാണാൻ പോകണം, അപ്പോൾ കൊല്ലത്ത് ചെല്ലാന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ കൊല്ലത്തോ, അതെന്നെ കൊല്ലത്ത് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, അവരുടെ വീട് ഏറ്റുമാനൂരല്ലേ, അല്ലെ ഏറ്റുമാനൂരല്ലേ, പുനലൂരല്ലേ. അപ്പോൾ പുനലൂർ ചെല്ലുവാണെങ്കിൽ ചേച്ചി തിരുവനന്തപുരത്ത് പുനലൂർ വരും. പുനലൂർ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കാണാമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത്. പുനലൂരോ? അപ്പം പുനലൂർ, അപ്പോൾ അലീനയുടെ അപ്പച്ചൻ്റെ പേരെന്ന് ചോദിക്കുന്നത് അവതക്കുട്ടിന്നോ. അപ്പോൾ എനിക്കൊരു കാര്യം, ഞാൻ കൊട്ടാരമറ്റത്തിലാണ് അവരുടെ വീട്ടുപേരൊന്ന് ചോദിക്കാവോ എന്ന് നമ്മുടെ രേവതിക്കുട്ടിയോട് ചോദിക്കുകയാണ് മാമച്ചൻ. അപ്പം തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഫുഡ് പോലും കഴിക്കാതെ ഓടി ചെല്ലുക. ആര്? നമ്മുടെ രേവതി ഓടി ചെല്ല് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് നേരെ പോയി ഫുഡ് കഴിക്കാതെ പോവുകയാണ്. നേരെ ചെന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, ചേച്ചിയുടെ അപ്പൻ്റെയും അപ്പച്ചൻ്റെയും വീട്ടുപേരും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പച്ചൻ്റെ പേര് അവതക്കുട്ടി, വീട്ടുപേര് കൊട്ടാരമരത്തിൽ, വല്യമ്മയുടെ പേര്, അതായത് അച്ഛൻ്റെ അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണെന്ന് പറഞ്ഞത്. ശരി ചേച്ചി, ഞാൻ ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാം, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കിയിട്ട് വന്നിട്ട് നേരെ വന്ന് അവതക്കുട്ടി മാമച്ചോട് പറയാം, അതെ അവിടുത്തെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ നിന്നാണെന്ന് പറയുവാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അവതക്കുട്ടീനെ എനിക്കറിയാം, അവരുടെ അമ്മയുടെ പേര് ചിന്നമ്മയെന്നല്ലേ ചോദിക്കുക. അത് ചിന്നമ്മയെന്നാണ്. ആഹാ, അങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചു രേവതിക്കുട്ടി. അതായത് അവരുടെ ഏറ്റവും ഇളയ മോളാണ് ഈ ഷെറിൻ. അതായത് അവതക്കുട്ടിയുടെ അതായത് അവർക്ക് ഏറ്റവും മൂത്ത ആങ്ങളെ എനിക്കറിയാം ആൽബർട്ട് എന്നങ്ങാണ്ട പേര്. പിന്നെ ഒരാങ്ങള പട്ടാളത്തിലാണ്. ആ പട്ടാളത്തിലാണെന്ന് പറഞ്ഞ ഒരു പേരറിയത്തില്ല. പിന്നെ ഒരു റോബിച്ച് എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അപ്പച്ചന് എത്ര വയസ്സ് വരും? അപ്പോൾ രവതിക്കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ അപ്പച്ചന് എത്ര വയസ്സ് വരും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ചന് ഏകദേശം ഒരു 75-77 വയസ്സ് അടുപ്പിച്ച് വരും. പക്ഷേ ഇതിൽ ഏറ്റവും ഇളയ കൊച്ചാട്ട് ആണ് ഈ ഷെറിൻ മോള്. ഈ ഷെറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10-30 വയസ്സ് വരെ കാണാനുള്ളൂ. അതിന് ഏറ്റവും ഇളയ മോളാന്ന് പറഞ്ഞാൽ അത്രയും പ്രായത്തിനനുസരിച്ച് ഉണ്ടായതാണ് ആ കൊച്ച് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്കിളെ നമ്മൾ അന്ന് അവിടെ പോയപ്പോഴത്തേക്ക് ഈ ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടത് അല്ലിൻ ചേച്ചിയുടെ വീട്ടുകാരെയോ സ്വന്തക്കാരെയാണെന്ന് ചോദിക്കുക. അതേന്നാണ്. അപ്പോൾ അന്ന് വണ്ടി കയറിപ്പോയത് ഷെറിൻ ചേച്ചിയും അവിടുത്തെ അപ്പച്ചനുമാണെന്ന് ചോദിക്കുക. അതെ, അവർ തന്നെ കയറിപ്പോയെന്നു. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ അന്വേഷണമൊക്കെ ഏറ്റവും അടുത്ത് എത്തിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതെ, എന്താണെങ്കിലും മോളെ നീ ഇതിനെക്കുറിച്ച് അലീനെ അടുത്ത് വിശദീകരിച്ച് ചോദിക്കണം. കാരണം കഴിഞ്ഞാൽ നമ്മുടെ ചിന്നുമോളുടെ അപ്പനാരാ, അമ്മ ആരാ, അല്ല അവൾക്കൊരു കൊച്ചുണ്ടായല്ലോ, ചിന്നുമോൾ നല്ല അവൾക്കൊരു കൊച്ചു, ഷെറിൻമോനും എൻ്റെ മകനും ഒരു കൊച്ചുണ്ടായല്ലോ. ആ കൊച്ചിൻ്റെ ഉണ്ടായ കൊച്ച് എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നീ അലീനയോട് സംസാരിച്ച് അലീന മുഖേന അലീനയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ പോയി പുനലൂർ പോയി വീട്ടിൽ പോയി അന്വേഷിക്കുക, ഷെറിനോട് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ പറ്റുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് പോയി ചോദിക്കുകയും പറയാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് അന്വേഷിക്കണം പറയാമെന്നൊക്കെ പറയുവാണ്. അത് ചെയ്യാന്ന് പറയാം. അപ്പം എന്നിട്ട് ഷെൻമോള് രേവതിക്കുട്ടി പറയുന്നുണ്ട്, കൂടുതൽ പ്രതീക്ഷയോടെ എക്സൈറ്റ്മെൻറ്റോടെ ഇരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം അന്വേഷിക്കാൻ തുടങ്ങുന്നുള്ളൂ, അത് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സാവധാനത്തിൽ ഇതിൽ ചെയ്യാം എന്ന് പറയുകയാണ്. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സാന്ദ്രയ്ക്കും ബോബിച്ചനും ഇതൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ വിശദീകരിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അവർ പറയാണ് എന്താണെങ്കിലും കുഴപ്പമില്ല, എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗ്രേസി പറയാണ്, എല്ലാം വിശദീകരിച്ച് പറയാം, പിന്നെ പറയാം നിങ്ങൾ പറയുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരെ രേവതിക്കുട്ടി ചെന്ന് അലീനോട് സംസാരിക്കാം. ചേച്ചിയുടെ അപ്പച്ചൻ്റെ ഇളയ മോളല്ലേ ഈ ഷെറിൻ ചേച്ചി. ഈ ഷെറിൻ ചേച്ചിയെ കെട്ടിയേക്കുന്നത് ഇവിടുത്തെ മാമച്ചൻ അങ്കിളിൻ്റെ മകനാണ് കെട്ടിയേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആണോ, അത് ഭയങ്കരമായി പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിശയിച്ചു. പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളാണ് ഈ ഷെറിൻ ചേച്ചി. അപ്പം ആ ഷെറിൻ ചേച്ചിയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും അവർക്കുണ്ടായ കൊച്ചെവിടെയാണെന്ന് അന്വേഷിക്കാൻ പറ്റും. അതുകൊണ്ട് ചേച്ചി അതിനെക്കുറിച്ചൊന്ന് ചോദിക്കണം പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മുടെ
ആ, അലീന. അത് കഴിഞ്ഞുകൊണ്ട് പറയണ ചേച്ചി എന്താണെങ്കിലും ഇത് അവരറിയരുത്, അതായത് മാമച്ചനും ഗേസിയൊക്കെ ഗേസിയുടെ മകനാണ്, ഇന്ന ആള് കെട്ടിയ പെണ്ണാണ് ഈ പുള്ളി എന്ന് അറിയരുത് എന്ന് പറയണം. ഇപ്പം ആൾ കെട്ടിയേക്കുന്നത് ടോണി എന്ന് കണ്ടു പറഞ്ഞ ആളല്ലേ. അപ്പം അതുകൊണ്ട് ചോദിക്കാനും പറയാനും നിൽക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിശദീകരിച്ച് പറയത്തില്ല. അപ്പച്ചനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പച്ചൻ ആ കൊച്ചിനെ എന്ത് ചെയ്യും, അതായത് അവർക്കുണ്ടായ കൊച്ച് ഷെറിനും ഇവിടുത്തെ ചേട്ടനും ഉണ്ടായ കൊച്ച് എന്തായെന്ന് അറിയാൻ അപ്പച്ചൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പറയത്തില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പം ശരി മോളെ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ അപ്പച്ചനും അപ്പച്ചനും അലിനിയും കൂടി ചേർന്ന് തോട്ടത്തിൽ വരുവാണ്. തോട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, അപ്പച്ച നമുക്ക് അലീനയുടെ കല്യാണമൊക്കെ നടത്തണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അലീനയുടെ കല്യാണമൊക്കെ നടത്തുന്നോ? അത് കല്യാണം നടത്തണം, അതിനിപ്പോൾ എന്നാ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മുമ്പേ നീ ഈ ആദ്യം അവളെ ഈ തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് തോട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് തോട്ടത്തിലെ കാര്യങ്ങൾ പറയാം. അവളെ ഒരു 1.5 വർഷം അവളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്തിനാ അവളെ ധൃതി കാണിക്കുന്നത്? അവള് ചെറുപ്രായത്തിലുള്ള കൊച്ചാണ്, അവൾക്കിപ്പം 24 വയസ്സല്ലേ ആയുള്ളൂ. അവള് എങ്ങനെ ഒരു 2 വർഷമെങ്കിലും ഇവിടെ നിന്നിട്ട് കല്യാണം കഴിച്ച് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെ ശരിയാകുന്നേ. കാരണം അവൾക്ക് ഇപ്പം 24 വയസ്സാണ്, അവൾക്കിപ്പം സമ്പാദിക്കേണ്ട കാര്യമില്ല, ഒരു ജോലിക്ക് പോകേണ്ട കാര്യമില്ല, വേറെ ആരെയും നോക്കിയിരിക്കേണ്ട കാര്യം, അവൾക്ക് നല്ലൊരു ചെറുക്കനെ നോക്കി കെട്ടിച്ച് വിടുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ഞാൻ അപ്പനായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും എല്ലാം ചെയ്യും. അതുകൊണ്ട് അപ്പച്ചൻ അതിൻ്റെ അകത്ത് ഇടപെടണം എന്ന് പറയുമ്പോഴത്തേക്ക് എടാ നീ എന്താടാ പറയുന്നതെന്ന് ചോദിക്കും. നീ എന്താടാ പറയുന്നത്? കാരണം നിന്റെ മകളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം നിനക്കുള്ളതുപോലെ തന്നെ എനിക്ക് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് അപ്പച്ചൻ ഞാൻ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഉള്ളതാണ്, പക്ഷെ അവൾക്ക് ഒരു കുടുംബം വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ അങ്ങനെയൊന്നും പറയണ്ട, അപ്പച്ചൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നീ വണ്ടി നിർത്തണമെന്ന് പറയും. വണ്ടി നിർത്തണമെന്ന് പറയുമ്പോൾ വണ്ടി നിർത്തിപ്പിച്ച് നീ ആരാടാ വലിയ ആൾ കളിക്കുന്നത്? നീ എന്നെ എന്നാ വലിയ ആളായത്, എന്നാ വലിയ കേണലായത്? നിനക്ക് കുറച്ച് കാശും കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാം ഇല്ലാതാക്കി കളയുന്നൊരു സ്വഭാവമാണല്ലോ. നീ വലിയ കേണലാന്ന് മറ്റേ ആളാണ് മറിച്ച ആളാന്ന് നിനക്കൊരു തോന്നലുണ്ട്. പക്ഷെ അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല. നീ മുള്ളിയും തൂറിയും അപ്പിയിട്ടും എല്ലാം എൻ്റെ മടിയിൽ ചെയ്ത ഒരു പ്രവൃത്തിയുള്ള ഒരു ആളാണ് നീ. അതൊക്കെ കണ്ടും കേട്ട് നിന്ന ആളാണ് ഞാൻ. അത്രമാത്രം ചെയ്ത വ്യക്തി നീ ഇപ്പം വലിയ ആൾ കളിക്കണം എൻ്റെ മുമ്പേ. കാരണം ഞാൻ എടാ അവതക്കുട്ടി 6 മുമ്പേ താന്നു കൊടുക്കുന്നില്ല, അതങ്ങനെ താന്നു കൊടുക്കുന്നുള്ള മാന്യമായിട്ട് താന്നു കൊടുക്കത്തുള്ളൂ. നിനക്ക് ഒരു തോന്നലുണ്ട് നിന്റെ കൊച്ചിനെ കൊണ്ട് കെട്ടിക്കാൻ കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അവൾക്ക് അവളുടേതായിട്ട് രീതിയിൽ ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ നിനക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെയാണ് അവളുടെ വിചാരം. കാരണം അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ നീ അപ്പനായിട്ട് നിൽക്കുന്ന ഓവർ അധികാരം കാണിക്കുന്നത് ആദ്യം അവളെ സ്നേഹിക്കാൻ നോക്ക്, സ്നേഹിച്ച് കൂടെ നിർത്താൻ നോക്കുക. അല്ലാതെ നീ നിന്റെ ഭൃത്യന്മാരോട് അല്ലെങ്കിൽ നിന്റെ വേലക്കാരോട് കാണിക്കുന്ന പോലുള്ള സ്വഭാവം നീ അവളോട് കാണിക്കാതെ നല്ല രീതി മര്യാദയ്ക്ക് ജീവിക്കുന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അപ്പച്ചൻ പെട്ടെന്ന് വണ്ടി നിറങ്ങി നടന്നു പോവാണ്. നീ എന്തെങ്കിലും കാണിക്കും ഞാൻ അപ്പച്ചൻ നേരെ വന്നിട്ട് ചോദിക്കുക, അപ്പച്ചൻ വണ്ടി കയറുന്നുണ്ടോ ചോദിക്കുക. ഞാൻ വണ്ടി കയറുന്നില്ല, നിന്റെ വണ്ടിയൊക്കെ എന്നാണ് ഉണ്ടായെന്ന് ചോദിക്കുക. ഞാൻ ഈ പണ്ടൊക്കെ നല്ല രീതിയിൽ കിലോമീറ്ററോളം നടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വണ്ടി എനിക്ക് നടന്നു വരാറ്, നീ നിന്റെ പണി നോക്കണമെന്ന് പറഞ്ഞ് വിടുവാണ്. അപ്പം സ്റ്റാൻലി പതുക്കെ വണ്ടി എടുത്ത് ആ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ വളവും അനുസരിച്ച് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോ വളവ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി മാഞ്ഞു പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അവധിക്കുട്ടി വെച്ചാൽ നടന്ന് നല്ല സ്പീഡിൽ ദേഷ്യത്തോടെ നടന്നു പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തി കഴിയുമ്പോൾ ഒരു 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു തോട് കഴിഞ്ഞിട്ട് പാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഒരു ചുട്ടൊക്കെ എടുത്ത് വലിച്ച് വണ്ടി ചാരി നിൽക്കുകയാണ്. അവധക്കുട്ടി വന്ന് ചോദിക്കും എന്നാടാ എന്ന് ചോദിക്കും. എന്നാ നീ ഇവിടെ നിൽക്കുന്നത്? അപ്പം ഞാൻ വണ്ടി കയറുന്നുണ്ടെന്ന് ചോദിക്കും. അവന് വണ്ടി കയറാനോ? വണ്ടി കയറാൻ എന്നെന്തിനാ നീ വണ്ടി കയറുന്നത്? നീ നിൻ്റെ രീതിയിൽ നിൻ്റെ വണ്ടിയും കാര്യങ്ങളും കേണലും വലിയ ആളൊക്കെ അല്ലേ നീ എന്തിനാ എന്നെ വണ്ടി കയറുന്നത്? അതപ്പച്ച ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, അപ്പച്ച അവളുടെ കാര്യം തീരുമാനമെത്തണം, ഞാൻ സാവധാനത്തിൽ സംസാരിക്കാൻ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പച്ച വണ്ടി കയറുന്നു പറഞ്ഞു. അങ്ങനെ വണ്ടി കയറി ഇരിക്കുവാണ്. ദേഷ്യത്തോടെ ഒരു വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അപ്പച്ച അവൾക്ക് 24 വയസ്സല്ലേ, അവളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എത്തിക്കണ്ടേ, ഇങ്ങനെ പോയാൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേ എടാ അവൾക്ക് അവളതായിട്ട് തീരുമാനമുണ്ട്. കാരണം ഞാൻ അവൾ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു ചെറുക്കനുണ്ടല്ലോ, അവളെ ആ ചെറുക്കനുമായിട്ടൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അത് അവനല്ല ഇഷ്ടമുള്ളത്, അവനിഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. അവനിഷ്ടമുണ്ട്. അപ്പം ഇവക്ക് തിരിച്ച് അങ്ങനെയാണ്, ഇവക്ക് ഇഷ്ടമുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അതായത് അനാഥാശ്രമത്തിൽ നിന്ന് നേരെ വന്നത് ആ വീട്ടിലേക്ക്, അതായത് കടപ്പാട്ടൂർ വീട്ടിലേക്ക്, കടപ്പാട്ടൂർ അവിടെ വന്നിട്ട് വന്നതിന് ശേഷം അവളെ ഏറ്റവും സഹായിച്ചതും
അവളുടെ കൂടെ നിന്നതും എല്ലാ രീതിയിലും പ്രവർത്തിച്ച ആ ചെറുക്കനെ അവൾ വിട്ടെറിഞ്ഞിട്ട് പോകത്തൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യണം, അവരുടെ കാര്യത്തിൽ ചോദിച്ചും കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊക്കെ അപ്പച്ച അവളെ കാണാൻ കൊള്ളുന്ന ഒരു പെങ്കൊച്ച. അവളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഭയങ്കര കാരണങ്ങളുണ്ട്. കാരണം അവളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേര് കാണും. അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞ് അതെല്ലാം നടത്തി കൊടുക്കണമെന്നുണ്ടോ? കാരണം അതൊക്കെ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ? കാരണം നമ്മുടെ സ്വത്തും കാര്യങ്ങളെല്ലാം കണ്ടിട്ടല്ലേ ചിലപ്പോൾ ആ ചെറുക്കൻ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേന് എടാ നിൻ്റെ സ്വത്ത് ആർക്ക് വേണമെന്നാണ് നീ പറയുന്നത്? അവൾ ഇന്നലെ തന്നെ ഞാൻ അവളോട് സംസാരിച്ചപ്പോഴത്തെ അവൾ പറഞ്ഞ് ഈ സ്വത്ത് എനിക്ക് പോലും വേണ്ടല്ലോ, പിന്നെയാണോ എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്നെ ഇല്ലാതാക്കി കളഞ്ഞൊരു ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, അപ്പം നമുക്ക് ആ ഒരു ഹിന്ദു കുടുംബത്തിലായിട്ട് ബന്ധം വെക്കേണ്ട കാര്യമുണ്ടോ? അത് ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ അവൾ വർഷങ്ങളായിട്ട് ജീവിച്ചു വന്ന ഒരു ക്രിസ്ത്യാനിയായിട്ടാണ്. പക്ഷേ അതേപോലെ തന്നെ അവൾ വർഷങ്ങളായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യക്തികളായിട്ട് അവിടെ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അവരൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവളുടെ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു. അവരൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് അവളുടെ കൂടെ നിന്നത്. അതൊന്നും മറന്നിട്ട് അവളൊന്നും പ്രവർത്തിക്കത്തില്ല നമ്മുടെ കൂടെ. നമ്മളിപ്പം ചിന്തിക്കുന്ന പോലല്ല അവൾ ചിന്തിക്കുന്നത്. അവൾ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും മനുഷ്യത്വമുള്ളവരായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ലൈൻ മാറ്റി പിടിക്കും. നമ്മളതും ഈ പ്രണയം അവൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് വിട്ടുകഴിഞ്ഞ് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഇതെല്ലാം ഓരോ രീതിയിൽ ജീവിക്കുന്നവർ രണ്ടുപേരുടെ മനസ്സിലായിരിക്കുന്നത്. ആ രണ്ടുപേര് അവർ രണ്ടുപേരും ഒന്നിക്കണമെന്നൊരു ചിന്താഗതി അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഏത് തടസ്സങ്ങളെ അവരാദ്യം മാറ്റിവെക്കും. തടസ്സങ്ങളെ മാറ്റി ഇപ്പം അപ്പനാണ് അപ്പൻ, അമ്മയാണ് അമ്മ, സഹോദരങ്ങളെ മാറ്റി വെച്ചിട്ട് അവരതിൻ്റെ അകത്ത് ഇറങ്ങിത്തിരിക്കും. വല്ല വേറെ ഇതിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അതത് ഇതിനിടയ്ക്ക് മൂന്നാമതിടയ്ക്ക് നിൽക്കുന്ന ആരാണെങ്കിൽ അവരെ തടസ്സമില്ലാത്ത രീതിയിലാക്കി തീർത്തിട്ട് ഒന്നിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ദൈവം പോലും അവരുടെ കൂടെ നിൽക്കും. ഇത് ചുമ്മാ നിന്റെ രീതിയിൽ കുറേ മതത്തിൻ്റെയും പണത്തിൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നടപടിയുള്ള കാര്യമാണ്. ഇത്രയും വർഷം അവൾ നിന്നതും കാര്യങ്ങളൊന്നും പണത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അവളെ സ്നേഹം കൊണ്ട് പൊതിയാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ മധ്യയിലാണ് അവൾ ജീവിച്ചത്. അതുകൊണ്ട് പറയുക അതിൻ്റെ പേരിലൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നമുക്ക് നടപടിയുള്ള കേസൊന്നും അല്ല, അവളെ അങ്ങനെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള നടപടിയുള്ള കേസുകളൊന്നും അല്ലെന്ന് അപ്പച്ചൻ പറയുകയാണ്. സ്റ്റാൻലി പറയുകയാണ് എന്താണെന്ന് നോക്കാം, നമുക്ക് വരാനിരിക്കുന്നത് വഴി തങ്ങത്തില്ലോ, നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പം നീ നിശ്ചയിച്ച പോലെയാണ് നിൻ്റെ ജീവിതം അയക്കുന്നത്. കാരണം നീ ആഗ്രഹിച്ചൊരു പെണ്ണെ നിനക്ക് കെട്ടാനും ഒന്നും പറ്റിയില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് അവൾ ചിലപ്പം ആഗ്രഹിക്കുന്ന ചെറുക്കനെ കെട്ടത്തില്ലായിരിക്കും, വേറെ ചെറുക്കനായിരിക്കും. പക്ഷെ ചിലപ്പം അവളുടെ നല്ല മനസ്സിന് അവൾ ആ ചെറുക്കനെയായിരിക്കും അവൾക്ക് കിട്ടുന്നത്. എല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാമെന്ന് അവത്തുക്കുട്ടി സ്റ്റാലിയോട് പറയുന്നുണ്ട്. കാത്തിരിക്കാമെന്ന് അവത്തുക്കുട്ടി പറഞ്ഞെങ്കിൽ പോലും സ്റ്റാലി പറയുന്നുണ്ട് അത് പറ്റത്തില്ല അപ്പച്ചാ. കാര്യം എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ എല്ലാം സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സഹായം ചെയ്ത് തിരിച്ചു കൊടുക്കാം. മാത്രമല്ല ആ കുടുംബത്തോട് എനിക്ക് തീരെ പകയുണ്ട്. ആ കുടുംബത്തിൽ എൻ്റെ കൊച്ചിനെ വിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഞാനതിന് ഏതറ്റം വരെ വേണമെങ്കിൽ ഞാൻ പോകും എന്ന് പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞ് തീർന്നു കഴിയുമ്പോഴത്തേക്കും ബംഗ്ലാവിലെത്തുവാണ്. അവർ വണ്ടി ഓടിച്ചു. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ അലീനയും ആൻ്റണി ഇങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊണിന് സമയമായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ അലീന അടുക്കളയിലോട്ട് ചെന്ന് ഊണെല്ലാം റെഡിയാക്കി കൊണ്ട് കൊടുക്കുവാണ്. എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ അവതക്കുട്ടി അച്ഛൻ തൻ്റെ റൂമിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അലീന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പച്ചനെ ഉറങ്ങുവാണോ ചോദിക്കും. ഇല്ല മോളെ ഉറങ്ങുന്നില്ല. പറഞ്ഞു അല്ല കുറച്ചു നേരം സംസാരിക്കാൻ ഇരിക്കുമായിരുന്നു പറയുമ്പോഴത്തേക്കും മോള് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉറക്കമൊന്നും വരത്തില്ല. പിന്നെ ചുമ്മാ ഇരിക്കും, ആരും സംസാരിക്കാനൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് അതൊന്ന് കിടക്കാൻ തോന്നുന്നത്. ഇപ്പം സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞു എന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തോടെ അപ്പച്ച എന്നെ പുനലൂർ കൊണ്ടുപോകുന്നതാണ്. അന്ന് നീ അങ്ങനെ പറയാൻ കാര്യം? അല്ല എനിക്ക് എല്ലാവരെയും കാണണേ, എൻ്റെ അപ്പച്ചൻ്റെ ആൾക്കാരെല്ലാം കാണണ്ടേ, എൻ്റെ അപ്പൻ്റെ ആൾക്കാരെല്ലാം എനിക്ക് കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നല്ല, വേറൊന്നുമല്ല അപ്പച്ച. എനിക്ക് അപ്പൻ്റെ ആൾക്കാർ ആരൊക്കെയാ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയണേ അതേ നിന്നെ അവിടെ കൊണ്ടുപോയി ശരിയാകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്നാ ചോദിക്കുന്നത്. ഓൾറെഡി നിന്നെ അവർ ഹിംസിക്കാൻ വേണ്ടി നിൽക്കുക. കാരണം അവരിവിടെ വന്ന് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷേ സ്റ്റാൻലിയെ കണ്ട് പേടിയായതുകൊണ്ട് മാത്രമാണ് അവരൊന്നും ചെയ്യാത്തത്. ഇനിയിപ്പം ഞാനിപ്പം നിൻ്റെ അടുത്തൊന്ന് സഹകരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ഫലം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെ എന്നോട് തീർക്കുന്നുണ്ട്. കാരണം മാത്രമല്ല എനിക്കിപ്പം പണ്ടത്തെ പോലുള്ള അധികാരവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്നെ അപ്പച്ചൻ അവിടുത്തെ വലിയ കടുവയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് സമയം കൊടുത്തേക്കും. അല്ല അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ അധികാരം എല്ലാം കൊടുത്തേക്ക് 40 വർഷം കുടുംബവും കാര്യങ്ങളും എല്ലാ സ്വത്തും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തില്ലേ. പക്ഷെ ഇനിയെങ്കിലും അവർക്ക് വിട്ടുകൊടുക്കണ്ടേ. 10-25 വർഷം അവരും കൂടെ
ഭരിക്കട്ടെ എന്ന് പറയുവാണ്. ഉടനെ ആണോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും അപ്പച്ചനൊന്നും സംസാരിച്ച് നോക്കത്തില്ലേ, അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലുമോ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്നും കൊല്ലത്തൊന്നുമില്ല മോളെ, നിന്നെ അവിടെ കയറ്റാൻ വീട്ടിൽ കയറ്റാൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ല, അത്രമാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ വേറെ ടെൻഷനൊന്നും അനുഭവിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പച്ചൻ എന്നെ കൊണ്ടുപോകും എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടുപോകാം നോക്കാമെന്ന് പറയുക. പക്ഷേ അതിനു മുമ്പേ അപ്പച്ചൻ എനിക്ക് അവിടെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്നൊന്നും പറയാമോ, എനിക്ക് എന്തിനാ അതൊക്കെ അറിയുന്നത് ചോദിക്കുക. അല്ലത് പറ എന്ന് പറയുമ്പോൾ അതിപ്പം എനിക്ക് 4 ആമക്കൾ 2 പെൺമക്കൾ, അതിൽ 4 മക്കളും കല്യാണം കഴിച്ചു. അതിൽ പിന്നെ അത് അവരുടെ മക്കളെയും ഭാര്യമാരെയും എല്ലാം കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉള്ള 2 പെൺമക്കളാണ്. ആ 2 മക്കളിൽ മൂത്ത ആൾ കന്യാസ്ത്രീയായിട്ട് പോയി, ലില്ലിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്, ഇളയത് ഷെറിൻമോൾ ആണ്. അങ്ങനെ അപ്പം അവളെ ഞങ്ങൾ റാണി എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ന് പറയാണ്. ശരിയപ്പച്ച, പിന്നെ ഈ ഷെറിൻമോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇളയതാണോ? അതെ, അവരിപ്പോൾ എവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവളിപ്പം പിന്നെ പുനലൂരുണ്ട്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോ? കെട്ടുവിൻ്റെ പേരെന്താ? കെട്ടുവിൻ്റെ പേര് ടോണി. അപ്പം ആ ആൾ ഇപ്പം എവിടെയാണ്? ഗൾഫിലാണ്. അപ്പം ആൻറ്റി ഇപ്പം അല്ല, ചേച്ചി ഇപ്പം പഠിച്ചിട്ട്, എടി ചേച്ചിയല്ല നിൻ്റെ മോളെ, നിൻ്റെ ചേച്ചിയല്ല, അത് നിൻ്റെ ഇളയമ്മയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കണം, നിൻ്റെ അപ്പൻ്റെ പെങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ അലീന. കാരണം എന്താ പറഞ്ഞാൽ ഷെറിൻ്റെ ഭർത്താവിൻ്റെ പേര് ടോണി എന്നൊക്കെയാണ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അന്ന് ഇവർ അലീനയും മാമച്ചനും ഗ്രേസിയും രേവതിക്കുട്ടിയും എല്ലാം മൂവാറ്റുപുഴ ടോണിയെ കാണാൻ പോയത് ഓർമ്മയുണ്ട്. അപ്പം അത് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, അപ്പച്ച പിന്നെ ഷെറിൻ ചേച്ചിയെക്കുറിച്ച് അല്ല ഷെറിനെ കുറിച്ച് കാര്യം പറ, ഇപ്പം അവരിപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ജോലിക്ക് പോകുന്നില്ല, അവൾ വീട്ടിൽ തന്നെ ഉണ്ട്, അവൾ പഠിച്ചിട്ട് എങ്ങും പോകുന്നില്ല, പക്ഷേ അവളെ കെട്ടിയവനും താല്പര്യമൊന്നുമില്ല, അവളെ ജോലിക്ക് വിടണമെന്നുള്ളതില്ല, താല്പര്യമൊന്നുമില്ല, അവർ വീട്ടിൽ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പോയി കാണാൻ പറ്റുമെന്ന് ചോദിക്കുക. അതിപ്പോൾ എന്തിനാണ് കാണുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം മാത്രമല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് പിള്ളേർ എത്ര പേര്? 1-2 പിള്ളേർ, അവൾക്ക് പിള്ളേരൊന്നും ആയിട്ടില്ല എന്ന് പറയുകയാണ്. പക്ഷേ പിള്ളേരായിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ ഒരു കള്ളത്തരം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവമാണ് അവരുടെ, അതായത് അവതക്കുട്ടി കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, അലീന ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു കൊച്ചിനെയൊക്കെ ഒന്ന് ദത്തെടുത്ത് വളർത്തത്തില്ലേ? അങ്ങനെ കണ്ട പിള്ളേരെന്ന് ദത്തെടുത്ത് വളർത്തേണ്ട ഒരു ഗതിയോടൊന്നും ഞങ്ങൾക്കില്ല, അല്ലെ എൻ്റെ കൊച്ചിനില്ല എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ പറയരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും അനാഥാശ്രമത്തിലും വളർന്നൊരു കൊച്ചാണ്, അത് നിങ്ങളുടെ മകൻ്റെ മകളാണ് ഞാൻ. അപ്പം വർഷങ്ങളായിട്ട് അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് അതായത് അമ്മ ഇല്ലാതെ വളർന്നതായിട്ടുള്ള കൊച്ചുങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ അത്ര രീതിയിൽ അപ്പനും അമ്മയും ഇല്ലാതെ വളർന്നു വന്നൊരു പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ അപ്പച്ചൻ പറയരുത്. ഒരുപാട് മക്കൾ ഇങ്ങനെ തേങ്ങുന്നുണ്ട്, സ്വന്തം അമ്മയുടെ ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പച്ചൻ എന്ത് ചെയ്യണ്ടേ, ഇനി സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുകയാണ്. ഉടനെ അപ്പച്ചൻ പറയാണ്, അപ്പച്ചൻ്റെ അടി കൊണ്ടതുപോലെ ആയിട്ടുണ്ട്, അതായത് അവതക്കുട്ടിക്ക് അടി കൊണ്ടത് പോലെയാണ്. എന്താണ് ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നാൽ അപ്പച്ചൻ എന്നെ നാളത്തെ കഴിഞ്ഞോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നടപടിയുള്ള കേസാണ്. അത് അവന് സ്റ്റാലിൻ സമ്മതിക്കുന്നത്. ഞാൻ പപ്പായോട് ഞാൻ സമ്മതം മേടിച്ചോളാം, അത് കഴിഞ്ഞ് അപ്പച്ചൻ എന്നെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ബാക്കി കാര്യങ്ങൾ എന്താ അല്ല, അവരുമായിട്ട് ഇടപെടാനും കാര്യങ്ങൾ എന്നെ കൊല്ലാനും ഇറക്കി വിടാനൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ, അവരെ ഒന്ന് മൈതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. മാത്രമല്ല ഷെറിനാൻ്റെയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ചാൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കൂട്ടാകുമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം കൂട്ടാകും, ശരിയാണ്. അപ്പം ഒരു കാര്യം അപ്പച്ചൻ കടന്നോ, ഞാൻ എൻ്റെ പപ്പയുടെ സമ്മതം മേടിച്ച് നാളെ കഴിഞ്ഞായിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചൻ വേറൊന്നും കരുതരുത്, വേറൊന്നും ചിന്തിക്കരുത്, എന്നെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഐഡിയ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് നീ ആദ്യം പപ്പായുടെ സമ്മതം മേടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കുറത്തിലേക്ക് ഒരു വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത്, കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ മടുത്തൊരു മുമ്പേ വളരെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.